രമേശേട്ടാ. ആദ്യത്തെ ഞെട്ടൽ മാറിയതും അവൾ ദേഷ്യത്തിൽ വിളിച്ചു. എന്താ ലച്ചൂട്ടി, ഏട്ടനോട് ദേഷ്യപ്പെടുവാ? അവൻ ലാഘവത്തോടെ ചോദിച്ചുകൊണ്ട് ഉമ്മറത്തെ ചൂരൽ കസേരയിലിരുന്നു. ലച്ചൂട്ടി വേഗം ഏട്ടനൊരു ചായ എടുത്തേ, ഒത്തിരി ക്ഷീണിച്ച ഏട്ടൻ വന്നേക്കുന്നേ. എന്തൊരു സ്നേഹമില്ലാത്ത പോലെ. അവളുടെ നെറുകയിലെ സിന്ദൂരവും കഴുത്തിലെ ശിവൻ എന്ന പേര് കൊത്തിയ താലിമാലയും അവനെ ചൊടിപ്പിച്ചു. എങ്കിലും അവൻ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് മാന്യമായ അഭിനയം തുടർന്നു. ഛേ! അവൾ ദേഷ്യത്തിൽ മുഖം തിരിച്ചു. അവൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പതിയെ എണീറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ നീക്കം മനസ്സിലാക്കി അവൾ അല്പം നീങ്ങി നിന്നു. അവനൊരു വഷളം ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു. രമേശേട്ടാ, വേണ്ട. അവൾ അവന് മുന്നിലേക്ക് കൈകൊണ്ട് തടഞ്ഞു പറഞ്ഞു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. വിടന്നെ. അവൾ അവനിൽ നിന്നും കുതറിക്കൊണ്ട് അവനെ തള്ളി മാറ്റി അകത്തേക്ക് ഓടി. പുറകെ അവനും. അവൾ അടുക്കൽ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി ഓടി. പിന്നാലെ അവനും ചെന്നു. തന്നാലാവുന്ന രീതിയിൽ മുന്നോട്ട് ഓടിയെങ്കിലും തിരിഞ്ഞു നോക്കി ഓടിയതിനാൽ അവൾ നിലത്തുണ്ടായിരുന്ന ഇടത്തരം ഒരു കല്ലിൽ തട്ടി മറിഞ്ഞു വീണു. ആ വീഴ്ചയിലും പേടിയോടെ അവൾ തിരിഞ്ഞു നോക്കി. അവൻ അപ്പോഴേക്കും അവളുടെ അടുത്തെത്തി അവളെ പിടിച്ചുയർത്തി അരയ്ക്ക് കൈചുറ്റി തന്നോട് ചേർത്ത് പിടിച്ചു. രമേശേട്ടാ, പ്ലീസ്, എന്നൊന്ന് ചെയ്യല്ലേ. അവൾ അവൻ്റെ നെഞ്ചിൽ കൈകൊണ്ട് പിന്നോട്ട് തള്ളി യാചിച്ചു. അവൻ കൂടുതൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനിലേക്ക് അടുപ്പിച്ചു. അവൾ തന്നാലാവുന്ന രീതിയിൽ അവനിൽ നിന്ന് കുതറിക്കൊണ്ടിരുന്നുവെങ്കിലും അവൻ്റെ ശക്തിക്ക് മുന്നിലെല്ലാം വിഫലമായി. ഡോ! പെട്ടെന്നലറിച്ചു കേട്ട് രണ്ടാളും തിരിഞ്ഞു നോക്കി. രമേശനെ കലിപ്പിൽ നോക്കിക്കൊണ്ട് മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന ദൃഢരഗ്നനായ വ്യക്തിയെ കണ്ട് രണ്ടാളും മിഴിച്ചു നോക്കി. വിടട്ടൊന്നോയോ അവളെ. അയാൾ ഒറ്റ കുതിപ്പിന് അവരുടെ അടുത്തെത്തി അവൻ്റെ കാലിൽ ചവിട്ടി വീഴ്ത്തി. പെട്ടെന്നുള്ള അയാളുടെ നീക്കത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അവനൊരു വശത്തേക്ക് തെറിച്ചു വീണു. ലച്ചു അമ്പരെന്ന അയാളെയും നിലത്ത് വീണ് കിടക്കുന്ന രമേശനെയും മാറി മാറി നോക്കി. സാരിത്തുമ്പ് പിടിച്ച് കഴുത്തിലും മുഖത്തും പറ്റി പിടിച്ചിരുന്ന വിയർപ്പ് കണങ്ങളെ തുടച്ചു മാറ്റി കൈകൊണ്ടവൾ അയാളെ ഉറ്റുനോക്കി. നീയാരുടെ പൊന്ന മോനെ, എൻ്റെ പെണ്ണിനെ ഞാൻ തൊടും, അതിലൊരു മോനും ഇടപെടേണ്ട. അവൻ നിലത്തുനിന്നും ചാടി എഴുന്നേറ്റ് വീറോടെ പറഞ്ഞു. അവൻ്റെ വാക്കുകൾ അയാളിൽ അരിശം നിറച്ചു. എന്താടാ പൊന്ന മോനെ നീ പറഞ്ഞ്? നിന്റെ പെണ്ണോ? ഇവൾ എൻ്റെ മരുമകളാണ്, എൻ്റെ മകൻ ശിവന്റെ പെണ്ണ്. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും ദേഷ്യത്തിൽ അയാളെ നോക്കി രമേശൻ. ഇതേ സമയം അയാളെ തന്നെ അത്ഭുതത്തോടെയും നന്ദിയോടെയും നോക്കി ലച്ചു. എങ്കിലും തൊട്ടടുത്ത നിമിഷം അയാൾ ശിവന്റെ അച്ഛനാണെന്നറിഞ്ഞതും വല്ലാത്തൊരു ഭയം അതിലുപരി നടുക്കവും അവളെ കീഴ്പ്പെടുത്തി. ശിവൻ, ആ പന്നമോൻ കാരണം കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്ന എൻ്റെ പെണ്ണിനെ എനിക്ക് നഷ്ടമായത്. ഒരിക്കലും അവനോട് പൊറുക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ പെണ്ണിനെ നഷ്ടപ്പെടുത്തി എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ് അവന്. അതുകൊണ്ട് അവനെ സമാധാനമായിട്ട് അവളോടൊപ്പം പൊറുക്കാൻ ഞാൻ അനുവദിക്കില്ല. അയാളെ നോക്കി പുച്ഛത്തോടെയും നിറഞ്ഞ പകയോടെയും അവൻ പറഞ്ഞു നിർത്തി. കണ്ണുകൾ അപ്പോഴും അയാളുടെ കൈക്കുള്ളിൽ നിൽക്കുന്ന ലച്ചുവിൻ്റെ മേലെയായിരുന്നു. അവൾ ഭയത്തോടെ തൻ്റെ മിഴികൾ രണ്ടാളിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. ഇതേ സമയം ഇതൊന്നും അറിയാതെ ചന്ദ്രബിംബത്തിൻ്റെ കിഴക്കേ തൊടിയിൽ കുളക്കടവിൽ തെളിഞ്ഞൊഴുകുന്ന വെള്ളത്തിലേക്ക് കാലിട്ടി അതിലെ ഓളങ്ങളെ നോക്കിയിരിക്കുകയാണ് ശിവൻ. ഉള്ളിൽ വല്ലാത്ത സങ്കടം തളം കെട്ടി നിന്നപ്പോഴും ആശ്വാസം കണ്ടെത്താനാവാതെ അവൻ തളർന്നിരുന്നു. അപ്പോഴും മനസ്സിൽ ലച്ചുവിൻ്റെ നിറഞ്ഞ കണ്ണുകളും പുഞ്ചിരിക്കുന്ന ചുണ്ടുകളുമായിരുന്നു. എന്നിരുന്നാലും അവൾ തന്നെ വിട്ടുപോകുമോ എന്ന ചിന്ത അവനെ വീണ്ടും വീണ്ടും തളർത്തിക്കൊണ്ടിരുന്നു. ശിവേട്ടാ! പെട്ടെന്ന് പുറകിൽ നിന്നൊരു വിളി കേട്ടതും അവൻ തലചരിച്ചു നോക്കി. എതിർവരമ്പത്തെ കുഞ്ഞു വഴിയിലൂടെ നടന്നു വരുന്നവനെ കണ്ടതും പരിചയഭാവത്തിൽ ശിവനൊന്ന് ചിരിച്ചു. ആഹാ, ശിവേട്ടൻ ഇവിടെ ഇരിക്കുകയാണോ? ഇന്ന് ഒരതിഥികൾക്കുള്ളതല്ലേ? അല്ല, ആളെവിടെ കണ്ടില്ലല്ലോ. അവൻ്റെ സംശയത്തോടുള്ള ചോദ്യം തുടർന്നു. അവൻ പറയുന്നത് കേട്ടൊന്നും മനസ്സിലാവാതെ ശിവൻ നെറ്റിച്ചുളിച്ചു. നീ എന്തൊക്കെയാ കണ്ണേ പറയുന്നേ? ഏതതിഥി? അവൻ കണ്ണനെ നോക്കി ചോദിച്ചു. അപ്പോൾ ശിവേട്ടൻ്റെ തറവാട്ടിൽ പോയില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല, ഞാൻ വന്നിട്ടിപ്പോൾ ഒത്തിരി നേരമായി കാണും. ആരാ നീ പറഞ്ഞ ആള്? അതും എന്നെ കാണാൻ ഇവിടെ? അവൻ കണ്ണനെ നോക്കി ചോദിച്ച ശേഷം ചിന്തയിലാണ്ടു. അവൻ്റെ ഉത്തരത്തിനായി അവനെ ഉറ്റുനോക്കിക്കൊണ്ട് വരമ്പത്ത് നിന്നു എഴുന്നേറ്റു. ആളിനെ എനിക്കറിയില്ല, പക്ഷേ കുറച്ച് ദൂരെ എന്നാ പറഞ്ഞേ. പിന്നെ ശിവേട്ടൻ്റെ ഒരു ഫോട്ടോയും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അത് കാണിച്ച് എല്ലാവരോടും ചോദിച്ചേ ആളിനെ അറിയോ എന്ന്. ഞാൻ കരുതിയേട്ടൻ്റെ ഫ്രണ്ടായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് തറവാട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തത്. അവൻ പറഞ്ഞു. ശിവൻ വീണ്ടും ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ലച്ചു തനിച്ചാണെന്നോർത്ത് വല്ലാത്ത ഭയം അവനെ കീഴ്പ്പെടുത്തി. അവൻ വേഗത്തിൽ തറവാട്ടിലേക്ക് നടന്നു.
എന്തു പറ്റി ശിവേട്ടാ? ഒന്നും പറയാതെ വേഗത്തിൽ മുന്നോട്ട് നടക്കുന്നവനെ നോക്കി ചെറിയൊരു ഭയത്തോടെ കണ്ണൻ വിളിച്ചു ചോദിച്ചു. ഒന്നുമില്ല, ലച്ചു വീട്ടിൽ തനിച്ചാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. അവൻ്റെ പോക്ക് കണ്ടൊരു ചിരിയോടെ കണ്ണൻ നോക്കി നിന്നു. ശിവൻ തൻ്റെ കാലടികൾ വേഗത്തിൽ പായിച്ചു. തറവാട്ടിലേക്കുള്ള പടവ് ഓടിക്കയറിയ മുൻവശത്തേക്ക് ചെന്നു. പോകും വഴി പരിചയമില്ലാത്തൊരു ബൈക്ക് വഴിയരികിൽ ഇരിക്കുന്നത് കണ്ടതും അവൻ മറ്റൊന്നും ചിന്തിക്കാതെ തറവാട്ടിനുള്ളിലേക്ക് ഓടി. ഉള്ളിൽ പഴയ പല ഓർമ്മകൾ തികട്ടി വന്നുകൊണ്ടിരുന്നു. അതവനെ തളർത്താൻ ശ്രമിച്ചുവെങ്കിലും അവൻ അതിനെ വേരോടെ പിഴുതെറിഞ്ഞു. ലച്ചു! ഉള്ളിലേക്ക് കയറിക്കൊണ്ട് അവൻ ഉറക്കെ വിളിച്ചു. അവളുടെ പ്രതികരണമില്ലായ്മ അവനിൽ ഭയം നിറച്ചു. രുദ്ര! അവൻ ഉറക്കെ വിളിച്ചുകൊണ്ട് തുറന്നു കിടന്ന് അടുക്കള വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. പിന്നാമ്പുറത്തെത്തിയതും അവിടെ കണ്ട കാഴ്ചയിൽ അവൻ്റെ രക്തം തിളച്ചു. രുദ്ര! അവൻ അലറി വിളിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ വിളിയിൽ മൂന്നാളും ഒരു നിമിഷം ഞെട്ടി തിരിഞ്ഞു നോക്കി. ശിവേട്ടൻ! ഉള്ളിൽ നിറഞ്ഞ ആശ്വാസത്തോടെ അവൾ ശങ്കരൻ്റെ കൈ വെടിവെച്ച് അവൻ്റെ അടുത്തേക്ക് ഓടി. അവൻ്റെ ശ്രദ്ധ അപ്പോഴും നിലത്ത് കിടക്കുന്ന രമേശിനേക്കാൾ മുന്നേ ശങ്കരൻ്റെ നേർക്കായിരുന്നു. അയാൾ തൻ്റെ മകനെ ആദ്യമായി കാണും പോലെ കണ്ണുകൾ വിടർത്തി നോക്കി നിൽക്കുമായിരുന്നു. എന്നാൽ ശിവനെ കണ്ട് രമേശൻ്റെ ഉള്ളിൽ പകയാളി. ശിവേട്ട! ലച്ചു ഓടിച്ചെന്നവൻ്റെ നെഞ്ചിൽ ചേർന്ന് പൊട്ടിക്കരഞ്ഞു. അവൻ അവളെ തന്നോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് മുടിയിഴകളിൽ മെല്ലെ തലോടിക്കൊണ്ട് നെറുകയിൽ ചുംബിച്ചു. ലച്ചു! അവളുടെ കരച്ചിലിൻ്റെ ശക്തി ഒന്ന് ക്ഷയിച്ചതും അവൻ ആർദ്രമായി വിളിച്ചു. അവൻ്റെ വായിൽ നിന്നും ആദ്യമായി ലച്ചു എന്ന് കേട്ടതും അവൾ ഞെട്ടി തല ഉയർത്തി അവനെ നോക്കി. ശിവേട്ട, എന്താ ഇപ്പം എന്നെ വിളിച്ചേ? അവൾ അത്ഭുതത്തോട് ചോദിച്ചു. അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി അവളുടെ കണ്ണുനീർ വിരലുകൾ കൊണ്ട് തുടച്ചു നീക്കി. ശിവേട്ട, രമേശേട്ടൻ! അവൾ പേടിയോടെ നിലത്ത് കിടക്കുന്നവനെ തിരിഞ്ഞു നോക്കി പറഞ്ഞു. അപ്പോഴും ഒരു കൈ കൊണ്ട് അവൻ്റെ വയറിന് കുറുകെ ചുറ്റിപ്പിടിച്ച് മറുകൈ കൊണ്ട് അവൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചിരുന്നു അവൾ. ഒന്നുമില്ലടാ, ഏട്ടനില്ലേ? അവനൊന്നും ചെയ്യില്ല. ആണുങ്ങളില്ലാത്തപ്പോൾ ഇതുപോലെ വന്ന് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പേടിപ്പിക്കാനേ അവനറിയൂ. ഇവനെയൊക്കെ ആരെങ്കിലും ആണായിട്ട് കൂട്ടിയിട്ടുണ്ടോ അതിന്? മോള് ചെല്ല്, റൂമിൽ പോയി വാതിലടച്ചിരിക്കുക. ഏട്ടൻ വന്ന് മുട്ടുമ്പോൾ തുറന്നാൽ മതി. ചെല്ല്. അവൻ അവളുടെ കവിളിൽ മെല്ലെ തലോടി. കവിളിൽ ഒരു സ്നേഹചുംബനം നൽകിക്കൊണ്ട് പറഞ്ഞു. അവൾ അനുസരണയോടെ തലയാട്ടി അവനെ വിട്ട് ശങ്കരനെ ഒന്ന് നോക്കി തിരിഞ്ഞ് അടുക്കള വാതിൽ ലക്ഷ്യമാക്കി നടന്നു. അവൾ പോയിന്നുറപ്പായതും ശിവൻ മുന്നോട്ട് അടിവെച്ചു. അവനെ കണ്ട് രമേശൻ പുച്ഛത്തോടെ മുഖം കൂട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു. ശങ്കരൻ്റെ കണ്ണുകൾ അപ്പോഴും ശിവനിലായിരുന്നു. പൊന്ന മോനെ, എന്താണ് നീ വിചാരിച്ചേ? ഞാനില്ലാത്ത നേരം നോക്കി എൻ്റെ വീട്ടിൽ കയറിയ പെണ്ണിനെ കയറ് ബലാത്കാരം ചെയ്യാന്നോ? അവൻ്റെ ഒച്ച ഉയർന്നു. നിന്റെ പെണ്ണോ? അവൾ എൻ്റെയാ, ഈ രമേശൻ്റെ. ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന പെണ്ണ്. എനിക്ക് വേണവളെ. നിന്നിൽ നിന്നും തട്ടിയെടുത്തിരിക്കും ഞാൻ അവളെ. അവനൊരു താക്കീതെന്ന പോലെ പറഞ്ഞു. പന്ന മോനെ, നീ എന്താ പറഞ്ഞേ? എന്നിൽ നിന്നും അവളെ തട്ടിയെടുക്കുമെന്നോ? നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാൽ പോലും കഴിയില്ല. കാരണം അവൾ എൻ്റെ മാത്രം പെണ്ണാണ്, ഈ ശിവൻ്റെ ജീവൻ. അതിനിടയിൽ ഒരു തടസ്സമായി നീ എന്നല്ല, ആര് വന്നാലും കൊത്തിയായിരിക്കും ഞാൻ. അവൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു, അതിലുപരി മൂർച്ചയേറിയതും. ഇല്ല ശിവ, നീ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഞാൻ കൊണ്ടുപോയിരിക്കും. നീ ഒരു താലി കെട്ടിയെന്ന് കരുതി അവൾ നിന്റെ പെണ്ണാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചതും ശിവൻ സംശയത്തോടെ അവനെ നോക്കി. നിനക്ക് മനസ്സിലായില്ല അല്ലേ? അവൾ എത്രയോ മുൻപ് തന്നെ മനസ്സുകൊണ്ടല്ലെങ്കിലും ശരീരം കൊണ്ട് ഈ രമേശൻ്റെ മാത്രം പെണ്ണായി മാറി കഴിഞ്ഞിരുന്നു. നീ വെറും മണ്ടൻ. അവൾ എൻ്റെയാ ശിവ, എൻ്റെ മാത്രം. വിട്ടുതരില്ല ഞാൻ. അവൻ പറഞ്ഞ ഓരോ വാക്കും ശിവൻ്റെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ എത്രയോ മുമ്പ് തന്നെ മനസ്സുകൊണ്ടല്ലെങ്കിലും ശരീരം കൊണ്ട് ഈ രമേശൻ്റെ മാത്രം പെണ്ണായി കഴിഞ്ഞിരുന്നു. നോ, അവൾ എൻ്റെ രുദ്ര. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൾക്ക് അതിന് കഴിയില്ല. നീ നുണ പറഞ്ഞ് അവളെ നേടാൻ ശ്രമിക്കുവാണ്. എൻ്റെ പെണ്ണിനെ പറ്റി അനാവശ്യം പറഞ്ഞ നിന്നെ ഞാൻ. അവൻ ഒറ്റ കുതിപ്പിന് ഓടി വന്നവൻ്റെ കോളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അലറി. അടുത്ത നിമിഷം അവനെ പിന്നോട്ട് തള്ളിച്ച് കിടത്തൊന്ന് പൊട്ടിച്ചു ശിവൻ. അവൻ്റെ ആടിയിൽ വേയിച്ചുകൊണ്ട് അവൻ പിന്നോട്ട് വീണു. ശിവ! എല്ലാം കണ്ടുകൊണ്ട് മൗനമായി നിന്ന് ശങ്കരൻ പതിയെ വിളിച്ചു. അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. അയാൾ അത്യധികം വാത്സല്യത്തോടെ അവൻ്റെ അടുത്തേക്ക് അടിവെച്ചു. ശിവ! തൊട്ടടുത്ത നിമിഷം അലറിക്കൊണ്ട് ശങ്കരൻ ശിവനെ പിടിച്ചു മാറ്റി. അവനെ തല്ലാൻ തടിക്കഷ്ണവുമായി അടുത്ത് രമേശിനെ ചവിട്ടി വീഴ്ത്തി. അവൻ പുറകോട്ട് മലർന്നടിച്ചു വീണു. ശിവൻ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഒറ്റ കുതിപ്പിന് അവൻ്റെ അടുത്തേക്ക് ചാടി അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ശങ്കരൻ അവനെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൻ്റെ ബലത്തിന് മുന്നിൽ അയാൾക്ക് കീഴടങ്ങേണ്ടി വന്നു.
ഡോ, ഇനി മേലാൽ നിന്റെ പുഴുത്ത നാവിൽ നിന്നും എൻ്റെ പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും ദുഷിച്ച വാക്കുകൾ വീണ ഒന്നറിയും നീ ഈ ശിവൻ ആരാണെന്ന്. എണീറ്റ് പോടാ. അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നെറ്റിയിലും മൂക്കിലുമായി ചോരയൊലിപ്പിച്ച് കിടക്കുന്ന രമേശിനെ നോക്കി പറഞ്ഞവൻ, മോനെ ശിവ. അവൻ തിരിഞ്ഞു ഒരുങ്ങിയതും ശങ്കരൻ്റെ വിളി കാതിലെത്തി. അവൻ അനിഷ്ടത്തോടെ തിരിഞ്ഞു നോക്കി. മോനെ ഞാൻ. അയാൾ പറഞ്ഞു തുടങ്ങിയതും അവൻ അയാളെ കൈ ഉയർത്തി തടഞ്ഞു. വേണ്ട, എനിക്കിനിയും നിങ്ങളിൽ നിന്നൊന്നും കേൾക്കണമെന്നില്ല. പിന്നെ ഇവനെ പോലൊരു നെറികെട്ടവൻ്റെ കയ്യിൽ നിന്നും എൻ്റെ പെണ്ണിനെ രക്ഷിച്ചതിന് നന്ദി. ഇനി ഒന്നിൻ്റെ പേരിലും ഒരിക്കലും എൻ്റെയോ എൻ്റെ പെണ്ണിൻ്റെയോ മുന്നിൽ കണ്ടുപോകരുത് നിങ്ങളെ. അത്രയും പറഞ്ഞ് മുന്നോട്ട് പോകാനൊരുങ്ങിയതും വീണ്ടും അയാളുടെ ഒച്ചയുയർന്നു. ശിവ, ഞാൻ ശോഭയോട് ചെയ്ത് തെറ്റായിരുന്നു. പക്ഷേ അതിനെനിക്കൊരു കാരണം ഉണ്ടായിരുന്നു. എന്നിട്ടും നീ എന്തിനാ മോനെ അച്ഛനോട് ഇങ്ങനെ പെരുമാറുന്നത്? അയാൾ ദയനീയമായി അവനെ നോക്കി. അയാളുടെ ചോദ്യം അവനിൽ ദേഷ്യം നിറച്ചു. പിന്നെ പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? 14-ാം വയസ്സിൽ സ്വന്തം അച്ഛനായിട്ട് തന്നെ അനാഥനാക്കിയ ഞാൻ പിന്നെ എന്ത് വേണമായിരുന്നു? കരയണമായിരുന്നു? അതോ നിങ്ങളുടെ കാല് പിടിക്കണമായിരുന്നു? നഷ്ടപ്പെടുത്തിയില്ല നിങ്ങൾ. എനിക്ക് നിങ്ങളുടെ സഹോദരിയുടെ വാക്ക് കേട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അമ്മ പോയ ശേഷം ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിച്ചിരുന്നു? ഇത്ര നാളും ഉള്ളിലടക്കി വെച്ചിരുന്ന സങ്കടങ്ങളെല്ലാം അവൻ പോലും അറിയാതെ അയാളുടെ മുന്നിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആ നിമിഷം. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അയാൾ ദയനീയമായി അവനെ നോക്കി. നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ അമ്മയോട് ചെയ്തതിന് കാരണമുണ്ടെന്ന്. എന്ത് കാരണമാണോ നിങ്ങൾക്ക് പറയാൻ? സ്വന്തം പെങ്ങളുടെ വാക്ക് കേട്ട് താലി കെട്ടിയ കൂടെ കഴിഞ്ഞവളുടെ ചാരിത്രത്തിനല്ലേ നിങ്ങൾ ചോദ്യം ചെയ്തത്? അമ്മ നിങ്ങളുടെ മേൽ വെച്ചിരുന്ന വിശ്വാസതയല്ലേ നിങ്ങൾ മുറിവേൽപ്പിച്ചത്? ഞാൻ പോലും നിങ്ങളുടെ മകനാണോ എന്ന് സംശയിച്ചില്ലേ നിങ്ങൾ? ഒരിക്കലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളത് കേൾക്കാൻ നിങ്ങൾ തയ്യാറായോ? കൊന്നു കളഞ്ഞില്ലേ നിങ്ങൾ എൻ്റെ അമ്മയെ? മതിയായില്ലേ? ഇനിയും മതിയായില്ലേ നിങ്ങൾക്ക്? അവൻ വേദനയോടെ അലറിക്കൊണ്ട് അയാൾക്ക് നേരെ തിരിഞ്ഞു. ഈ സമയം റൂമിനുള്ളിൽ ഇരുന്നിട്ടും ഇരുപ്പുറക്കാതെ രുദ്രവാതിൽ തുറന്നു പുറത്തേക്ക് വന്നു. കുറച്ച് മുന്നോട്ട് നടന്നതും ശിവന്റെ ഒച്ചത്തിലുള്ള ചോദ്യവും തേങ്ങലും കേട്ടവൾ വേഗത്തിൽ ചുവടുകൾ പായിച്ചു. മോനെ. അയാൾ കണ്ണു നിറച്ചുകൊണ്ട് വിറയാർന്ന സ്വരത്തിൽ വിളിച്ചു. വിളിക്കരുത് നിങ്ങൾ എന്നെ അങ്ങനെ. ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. സ്കൂളിൽ തന്തയില്ലാത്തവനെന്ന് കുട്ടികൾ കളിയാക്കുമ്പോൾ, അച്ഛൻ വന്നില്ലെന്ന് അധ്യാപകർ ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ നിങ്ങൾ എനിക്കായി വരുമെന്നും മോനെ എന്ന് വിളിച്ച് ചേർത്ത് പിടിക്കുമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു, കൊതിച്ചിരുന്നു. പക്ഷെ നിങ്ങളോ എന്നെ പൊന്നുപോലെ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ നിന്നും പൊതിഞ്ഞു പിടിച്ച എൻ്റെ പാവം അമ്മയെ എനിക്ക് നഷ്ടപ്പെടുത്തിയില്ലേ? എന്നെ അനാഥയാക്കിയില്ലേ? എന്തിനു വേണ്ടിയാ ഇപ്പോൾ വന്നേ? സ്വത്തിന് വേണ്ടിയോ അതോ എൻ്റെ പ്രാണന് വേണ്ടിയോ? അവൻ്റെ വാക്കുകൾ 1000 മുള്ള് പോലെ അയാളുടെ കർണപടങ്ങളിൽ വന്ന് പതിച്ചു. ശരിയാണ് അവൻ പറഞ്ഞത്. ഒരിക്കൽ പോലും ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ നോക്കിയിട്ടില്ല, വാത്സല്യത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ ഞാൻ എൻ്റെ കുഞ്ഞിനെ അനാഥയാക്കി. അയാളുടെ മനം വേദനയാൽ അലറി വിളിച്ചു. ശിവേട്ട. നിറഞ്ഞൊഴുകുന്ന മിഴികൾ ശക്തിയെ തുടിച്ചെറിഞ്ഞു നോക്കി പതിഞ്ഞ സ്വരത്തിൽ രുദ്ര വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പിയിരുന്നു. മോളെ, നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? അവളുടെ ഇരുകവളിലും കൈ ചേർത്ത് വെച്ചവൻ അവളുടെ കണ്ണുനീർ വിരലുകൊണ്ട് പതിയെ തുടച്ചു മാറ്റി. ശിവേട്ട. ഉള്ളു നീറുമ്പോഴും അത് മറച്ചു വെച്ച് പുറമെ ചിരിച്ച് സംസാരിക്കുന്നവനെ തൻ്റെ ഇരുകൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞവൾ. അവൻ്റെ കണ്ണുകളെയും തടഞ്ഞു നിർത്താതെ ഒഴുക്കിവിട്ടവൻ. അവൻ്റെ കണ്ണുനീർ അവളുടെ നെറുകയിൽ വീണ് ചിന്നിച്ചിതറി തെറിച്ചു. അവൻ കരയുന്നത് മനസ്സിലായെങ്കിലും അവൾ അവനെ തടഞ്ഞില്ല. പകരം കൂടുതൽ അവനെ മുറുക്കെ പിടിക്കുകയായിരുന്നു അവൾ ചെയ്തത്. രണ്ടാളുടെയും അവസ്ഥ കണ്ട് ശങ്കരൻ ഉള്ളു നീർന്ന വേദനയിലും ഒന്ന് പുഞ്ചിരിച്ചു. ഇല്ല മോനെ, നീ ഒറ്റയ്ക്കല്ല. അവൾ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. അച്ഛനെന്ന നിലയിൽ ഞാനൊരു വട്ടപൂജ്യമായിരുന്നെങ്കിലും നിന്റെ അമ്മ, അവളൊരു ശരിയായിരുന്നു. അവളെന്നും ഒരു ശരിയായിരുന്നു. കണ്ടുപിടിക്കും ഞാൻ എനിക്കെവിടെയാ പിഴച്ചതെന്ന്. അയാൾ മനസ്സുകൊണ്ട് അവനോട് മാപ്പ് പറയുമായിരുന്നു ആ സമയം. ശിവേട്ട. അവനിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് അവൾ പതിയെ വിളിച്ചു. ലച്ചു, എൻ്റെ അമ്മ. അവന് തൻ്റെ സങ്കടം സഹിക്കാനായില്ല. അവൻ വിതുമ്പിക്കൊണ്ട് അവളെ നോക്കി. ശിവേട്ട, ഞാനില്ല ഏട്ടനെ വിട്ട് ഞാൻ എവിടെയും പോവില്ല. ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല ഞാൻ ഏട്ടനെ. എൻ്റെ ശിവേട്ടൻ, എൻ്റെ മാത്രം. അവൻ്റെ കവളിൽ തടവിക്കൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു. ലച്ചു. അവൻ വേദന കലർന്ന ശബ്ദത്തിൽ അവളെ വിളിച്ചതും അവൾ അവൻ്റെ മുഖം പിടിച്ചു താഴ്ത്തി അവൻ്റെ ചുണ്ടുകളിൽ ചുണ്ട് ചേർത്ത് ചുംബിച്ചു.
അവരെ നോക്കി നിന്ന ശങ്കരന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതേസമയം നിലത്തുനിന്ന് ബോധം വന്ന് പതിയെ എഴുന്നേറ്റ രമേശൻ അവരുടെ ആ രംഗം കണ്ട് ദേഷ്യത്തോടെ അവരെ നോക്കി. ഉള്ളിൽ ശിവനോടുള്ള പക ആളിക്കത്തുവായിരുന്നു ആ സമയവും അവനിൽ. ശിവന്റെ കീഴ്ച്ചുണ്ട് ഭ്രാന്തമായി നുണയുന്ന ലച്ചുവിന്റെ കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങിയിരുന്നു. അവന്റെ വേദന അവൾ പങ്കിട്ടെടുക്കുവായിരുന്നു. അവന്റെ കണ്ണുകളും നിയന്ത്രണമില്ലാതെ പെയ്തുകൊണ്ടിരുന്നു. അവന്റെ കൈകൾ അവളുടെ അരക്കെട്ടിനെ ചുറ്റി വളഞ്ഞ് അവളെ തന്നോട് കൂടുതൽ കൂടുതൽ ചേർത്തപ്പോൾ അവളുടെ കൈകൾ മുതുകിൽ അവന്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചിരുന്നു. അല്പനേരം കഴിഞ്ഞതും അവൾ അവനിൽ നിന്നും തൻ്റെ ചുണ്ടിനെ വേർപ്പെടുത്തി. എങ്കിലും അവൻ അവളെ തൻ്റെ കൈക്കുള്ളിൽ നിന്നും വേർപ്പെടുത്തിയില്ല. അവൻ മുഖം ചരിച്ച് ശങ്കരനെ നോക്കി. അയാൾ നിസ്സഹായതയോടെ അവനെ നോക്കി. ഇനി മേലാൽ മകനെന്നുള്ള സെന്റിമെന്റ്സും കൊണ്ട് എൻ്റെയോ ഇവളുടെയോ മുന്നിൽ വരരുത്. എനിക്ക് നിങ്ങളെ കാണണ്ട. എനിക്കാരുമില്ല ഇവളല്ലാതെ. ഇവൾ മാത്രമേ എനിക്ക് സ്വന്തമായുള്ളൂ. ദൈവത്തെ ഓർത്ത് ഇനിയും എന്നെ ഉപദ്രവിക്കരുത്. അവൻ അത്രയും പറഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. അടുത്ത നിമിഷം എന്തോ ഓർത്ത പോലെ അവൻ തിരിഞ്ഞു നോക്കി. പിന്നെ നിന്നെ ഇനി മേലാൽ ഈ ഏരിയയിൽ കണ്ട പിന്നെ നീ തിരിച്ചു പെട്ടിയിലേക്ക് പോകൂ. അവന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് രുദ്രയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് തറവാടിനെ ലക്ഷ്യം വെച്ച് അവൻ നടന്നു. അവൾ അവനിൽ നിന്നും ഒട്ടും അകലാതെ അവനിലേക്ക് കൂടുതൽ കൂടുതൽ ചേർന്നുകൊണ്ട് മുന്നോട്ട് നടന്നു. അവരെ തന്നെ ദയനീയമായി നോക്കി ശങ്കരൻ അല്പനേരം അവിടെ തന്നെ നിന്നു. അയാളുടെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ നിലത്തേക്കിറ്റി വീണു. അയാളെ പുച്ഛത്തോടെ നോക്കി രമേശൻ വേച്ച് മുന്നോട്ട് നടന്നു.